അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൻബീഹുൽ ഗാഫിലീനിൽ നിന്ന് എടുത്തതാണ്. റുവിയ അൻ അലീബിന് അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു. അലീബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. അന്നഹു ഖാല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, ലിൽ മുറായി, മറ്റുള്ളവർ കാണാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവർക്ക് അർബഉ അലാമാത്തിൻ, 4 ലക്ഷണങ്ങളുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 4 ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാമത്തത് യക്സലു, അവർ മടിയന്മാരാകും. ഇതാക്കാന വഹദഹു, അവൻ ഒറ്റക്കാണ് എങ്കിൽ. ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഒരു പണിയും ചെയ്യാൻ തോന്നില്ല. അയാൾ അങ്ങേയറ്റം മടിയനായി, ഒന്നിനും ഒരു താല്പര്യമില്ലാത്തൊരു കൊലത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. വയൻഷത്തു, അയാൾ വളരെ ഊർജ്ജസ്വലമായിട്ട് പണിയെടുക്കും. ഇതാക്കാനമായ നാസി, ജനങ്ങളുടെ കൂടെയാണെങ്കിൽ, മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ അയാൾ വളരെ ഉത്സുകനായിട്ട് പണിയെടുക്കുന്നുണ്ടാവും. അത് ആരാധനാകർമ്മങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാവട്ടെ, സേവന പ്രവർത്തനമാവട്ടെ, ഏതിലും ഒറ്റക്കാകുമ്പം പറ്റ മടിയനായിട്ടും കുറേ ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ വളരെ ഉത്സുകനായും അയാൾ ജോലി ചെയ്യുന്നുണ്ടാകും. മൂന്നാമത്തെ കാര്യം വയസീദ് ഫിൽ അമലി, അയാൾ അധികമായി ജോലി ചെയ്യും. ഇതാ ഉസ്നിയ അലൈഹി, അവനെ ആരെങ്കിലും പുകഴ്ത്തുകയാണെങ്കിൽ, അയാൾ ആരെങ്കിലും പുകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ, വളരെ ഉഷാറാണ് എന്ന് ജനങ്ങൾ കേൾക്കെ ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അയാൾ പ്രവർത്തനങ്ങൾ വളരെ വളരെ കൂടുതലായി ചെയ്യും, കൂടുതൽ പ്രവൃത്തി ചെയ്യും. വയങ്കുസു, എന്നാൽ അയാൾ വളരെ ചുരുങ്ങി വളരെ കുറച്ച് മാത്രം ചെയ്യും. ഇതാ ദുമ്മ ബിഹി, അവനാരെങ്കിലും അധിക്ഷേപിച്ചാൽ, അവനാരെങ്കിലും ഇകഴ്ത്തി സംസാരിച്ചാൽ, അപ്പോൾ അയാൾ ഒരുപാട് പ്രവൃത്തി ചെയ്യും. അയാളെ പൊക്കി പറയുകയാണെങ്കിൽ നല്ല ജോലിക്കാരനാണ്, നന്നായി ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളാണ്, ആശയറ്റ ആളുകൾക്കൊക്കെ ആശയായി വർത്തിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഉഷാറായിട്ട് അയാൾ പ്രവർത്തിക്കും. പക്ഷെ ആരെങ്കിലും അയാൾ ഇകഴ്ത്തുകയാണെന്ന് വെച്ചാൽ അയാൾ ഒന്നിനും പോരാ, അയാളെ പ്രവർത്തനമൊന്നും ശരിയില്ല, വേണ്ടത്ര കാര്യക്ഷമമല്ല എന്നൊക്കെ ആരെയും സംസാരിച്ചാൽ അയാൾ വളരെ വളരെ പിറകോട്ട് പോവുകയും ചെയ്യും. അത് ആരാധനാകർമ്മങ്ങളിലാണെങ്കിലും സേവന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ. ആരാധനകളൊക്കെ വളരെ ഉഷാറാണ് അയാൾ ആരാധനക്കൊക്കെ എന്ന് പറയുമ്പോൾ, എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ വളരെ ഉഷാറായിട്ട് അയാൾ തന്നെ ആരാധന കുറേ അധിക നേരം ചെയ്യുന്നുണ്ടാകും, വല്ലാതെ സമയമെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതാണെങ്കിലും വളരെ വളരെ ഉഷാറാണ് അയാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. എന്തെങ്കിലും സംഭാവന ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങേയറ്റം സംഭാവന ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പൊക്കി പറഞ്ഞാൽ അയാൾ വളരെ കൂടുതൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതേസമയം അയാൾ ഒന്നിനും കൊള്ളൂല, അയാളെ പ്രവർത്തനം പോരാ എന്ന് ആരെങ്കിലും ഒരാൾ ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അയാളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, അയാളുടെ പ്രവർത്തനം കൂടെ ഒരു മെച്ചമില്ല എന്ന രൂപത്തിൽ സംസാരിച്ച് തുടങ്ങിയാൽ അപ്പോൾ അയാളുടെ പ്രവർത്തനം നിലക്കുകയും ചെയ്യും, അവിടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 4 കാര്യങ്ങൾ, ഇത് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ലക്ഷണം. അതായത്
അയാൾ ഒറ്റയ്ക്കാണെങ്കിൽ, സ്വന്തം നിലക്കാണെങ്കിൽ അയാൾ ഒന്നും ചെയ്യൂല. ആരും കൂടല്ല എന്ന് പറഞ്ഞാൽ, ആരും കാണാനില്ല എന്ന് വിചാരിച്ചാൽ അയാളൊരു പ്രവർത്തനം ചെയ്യില്ല. പക്ഷെ മറ്റുള്ളവർ കാണുന്നു എന്ന് പറയും, ആൾക്കാരിടയിലാവുമ്പോൾ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാനും അതുപോലെ തന്നെ പ്രശംസ കിട്ടാനും വേണ്ടിയിട്ട് അയാൾ അങ്ങേയറ്റം പ്രവർത്തിക്കുന്നുണ്ടാവും. അതേപോലെ മറ്റ് ജനങ്ങൾ അയാളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങുമ്പം അയാൾ കൂടുതൽ പ്രവർത്തിക്കും. നല്ലത് പറയത് നിർത്തിയാൽ അയാളത് പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യും. അയാളുടെ പ്രവൃത്തി ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും മറ്റാളുകൾ അയാളെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് റിയാൻ, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് മുറായി. റിയാഇന് വേണ്ടി, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് മുറായി. അതായത് മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷണങ്ങൾ ഈ 4 എണ്ണമാണ്. നമ്മളാരും ആ രൂപത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് നമ്മളുടെ പ്രവർത്തനവും അത് കണക്ക് കൂട്ടാനുള്ള റബ്ബിൻ്റെ ഒരു റബ്ബ് ഏത് രൂപത്തിലാണോ നമ്മളെ കാണുന്നത് എന്ന വിചാരം മാത്രമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. ആളുകൾ എത്ര നമ്മളെ പ്രശംസിക്കുന്നോ, ആളുകൾ എത്ര നമ്മളെ കൂട്ടത്തിലിരുന്നോ, ആരൊക്കെ നമ്മളെ സംബന്ധിച്ച് നല്ലത് സംസാരിക്കുന്നതോ മോശമായി സംസാരിക്കുന്നതോ എന്നൊന്നും നമ്മളെ പ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല. നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട്, നല്ലത് വളരെ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.